ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ടെന്നീസ് ബോൾ പ്ലെയർ ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ടെന്നീസ് ബോൾ ബാറ്റ് കട്ട് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മളുടെ പൂജപ്പുരയുള്ള ടെന്നീസ് ബോൾ ബാറ്റ് കട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ക്രിക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു ഗെയിമാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് ബാറ്റും ഇറ്റ്സ് എ ഹ്യൂജ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ക്രിക്കറ്റ് ബാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാവും. കാശ്മീരിൽ വളരുന്ന വില്ലോ മരങ്ങൾ മെച്ചോർ ആകുമ്പോൾ മുറിച്ച് കൃത്യമായ വലിപ്പത്തിലും ആവശ്യമായ ആകൃതിയിലും മുറിച്ച് അടുക്കി സൂക്ഷിക്കുന്നു. അവ മഞ്ഞും മഴയും വെയിലും കൊണ്ട് സാവധാനം നിർമ്മാണത്തിന് പാകമാകുമ്പോൾ എടുത്ത ഫാക്ടറിയിൽ എത്തിച്ച് അതിൽ ഹാൻഡിൽ ഫിക്സ് ചെയ്ത് കൃത്യമായ ഷേപ്പിലാക്കി പോളിഷ് ചെയ്ത് ബ്രാൻഡിങ് കൂടിയായ ക്രിക്കറ്റ് ബാറ്റ് റെഡി. ഇനി നമ്മൾ അത് വാങ്ങി ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചാൽ മാത്രം മതി. ടെന്നീസ് ബോൾ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റിന്റെ ഭാരം ഒരു പ്രധാന ഘടകമാണ്. സോ ഭാരം കുറയ്ക്കുക എന്നതാണ് ആദ്യ ഘട്ടം. അതിനുവേണ്ടി ബാറ്റിന് ഒരു തടസ്സവും വരുത്താത്ത രീതിയിൽ ബാറ്റിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും തടി കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക. അതിന് പലതരത്തിലുള്ള മെഷീൻസ് ഉപയോഗിക്കാറുണ്ട്. പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയാനുള്ളത് ഗ്രൗണ്ടുകൾ അവരുടെ സ്ഥലത്തില്ല, ഉള്ള ഗ്രൗണ്ടുകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ പറയാം. എൻ്റെ സ്ഥലം പാറോട്ട് കൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു പാർപ്പണ സ്കൂളിൻ്റെ ഒരു കറ്റച്ചക്കോണ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട്. അത് നവീകരിച്ച് തരാം, സെറ്റപ്പൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പാസ്സായതിന് ശേഷം കമ്പിയൊക്കെ കൊണ്ടുവച്ച് കുത്തി അങ്ങനെ എല്ലാ പരിപാടിയും കോൺക്രീറ്റുകൾ എല്ലാ പരിപാടിയൊക്കെ സെറ്റായതിനു ശേഷം സ്റ്റേ കൊടുത്തു. അതിപ്പം പരിപാടിയൊന്നും ചെയ്യാതെ ഇവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നത്. നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഒരു അവസ്ഥയാണ്. ആ നടുക്ക് മാത്രമാണ് ഇപ്പം പുല്ലൊന്നും ഇല്ലാത്ത സ്ഥലം. വൈകിട്ട് ഫുട്ബോൾ മാത്രം കളിക്കുന്നുണ്ട് രാവിലെ ഒരു നേരം ഒരാൾക്കാർ. പിന്നെ നമ്മൾ വൈകിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ നമുക്കിപ്പം കളിക്കാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് പോലും ഇല്ല. പണ്ട് കളിക്കാൻ നമുക്ക് കളിസ്ഥലം ഉണ്ടെങ്കിലും ആരെങ്കിലും പൈസ ഒന്നുമില്ല. ഇപ്പം നമ്മൾ 10, 200, 300 കൊടുത്ത് ടർഫുകളിൽ പോയി കളിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ കാണുകയാണെങ്കിൽ എല്ലാ ഏരിയയിലും ഒരു ഗ്രൗണ്ട് വെച്ച് നിങ്ങൾ കൊടുക്കണം, കളിസ്ഥലം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കളിസ്ഥലങ്ങൾ വന്നാലേ ഇപ്പോഴുള്ള പുതിയ തലമുറകൾക്ക് ഈ സ്പോർട്സിനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി ഒരു ലഹരിയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുകയുള്ളൂ. നമുക്ക് ബാൻഡിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടോ നമുക്ക് നോക്കാം. 1.255 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത ഒരു 860, 870 അതിനകത്ത് എനിക്ക് ബാലൻസ് എപ്പോഴാവോ അപ്പോൾ അത് അത്രയേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പം സ്റ്റിച്ച് ബോളിൽ കളി തുടങ്ങിയപ്പം ആ ബാറ്റൊക്കെ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും ഇപ്പോൾ 800, 870 ആയാലും നമുക്കധികം വെയിറ്റ് തോന്നൂല. പിന്നെ ഈ ബാറ്റിൽ അത്യാവശ്യം നല്ല ഗ്രെയിൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നല്ല തടി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ ഗ്രെയിൻസ് അത്യാവശ്യമുള്ള തടി നോക്കിയാണ് എടുക്കാറ്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ഗ്രെയിൻസ് ഉണ്ട്. ഇത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായിട്ടുള്ള മൂൺലൈറ്റിൻ്റെ വാൾനട്ട് ഫഞ്ച് എന്ന് പറയുന്ന സാധനമാണ്. ഫിറ്റ്സ് ആണ് കേട്ടോ. കാശ്മീരിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. വാൾനട്ട് ഹണി പൊളി സാധനോടാ, കൊള്ളാളി സൂപ്പർ സാധനം. ആശേ ഇത് കേരളത്തിൽ ഇല്ല. എവിടാട്ടാ? കാശ്മീരുള്ളൂ. കേരളത്തിലില്ല. കാശ്മീരിലുള്ളല്ലേ സാധനം. അവിടുത്തെ സ്പെഷ്യൽ റെസിപ്പി. അടിപൊളി സാധനം. കോഴിക്കോട് ഹലുവ പോലെ സൂപ്പർ സാധനം. ആരെങ്കിലും കാശ്മീർ പോണവരുടെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രൈ ചെയ്യുക. ഇത് ട്രൈ ചെയ്യാൻ തന്ന വിനീഷ് 1000 നന്ദി. സന്തോഷം. പുള്ളിക്ക് വേണ്ട, പുള്ളി തിന്ന് മടുത്ത് തിന്നു. ഷുഗർ എത്ര ചേട്ടാ? പുള്ളി ഷുഗർ കട്ടാണ്. പക്ഷെ ഇതിന്റെ കൊതി കാരണം നമുക്ക് ബദാം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ തല്ലിത്തേങ്ങ അതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതാണ് യഥാർത്ഥ ബദാം. ഇത് വാൾനട്ട്. നമുക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് ബദാം എടുക്കാം. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി എങ്കിലും ഇതൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതാ ഇടച്ചിറിച്ച് ഇതാണ് ബദാം. തന്നെ യെസ്. ഇനി അടുത്ത് വാൾനട്ടും. ഇപ്പോൾ പണ്ടത്തെ നെക്സ്റ്റ് വാൾനട്ടൊക്കെ നമ്മൾ ഇത് നമ്മുടെ ഗൾഫിൽ നിന്ന് മറ്റേ അവർ കൊണ്ടുവരണതേ കണ്ടിട്ടുള്ളൂ. ഇത് ഇങ്ങനത്തെ ഒരു കായാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത്. നല്ല സാധനമുണ്ട്. കായത്തിന് ഗൾഫിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും വന്നാൽ മാത്രം നമുക്ക് ഇങ്ങനെ തിന്നാൻ പറ്റുള്ളൂ. പക്ഷേ വാൾനട്ട് ഫഞ്ച് സൂപ്പർ സാധനം. ഞാൻ കള്ളം പറയണമല്ല, ഇതൊരു പ്രൊമോഷനല്ല. കഴിച്ചു നോക്കും. ഞാൻ ആദ്യമായിട്ടാണ് തിന്നുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിഷയത്തിൽ തെന്നി മാറി വീണ്ടും നമ്മൾ ബാറ്റ് കട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശങ്കരേട്ടനാണ് വർഷങ്ങളായിട്ട് എൻ്റെ ബാറ്റ് കട്ട് ചെയ്യുന്നത്. ശങ്കരേട്ടൻ ഒരു 870 കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല ബാലൻസ് ആക്കി തരണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഫാക്ടറിയിലോട്ട് കയറുമ്പോൾ നമ്മൾ മാസ്ക് വെച്ചിരിക്കണം. നല്ല പൊടിയുണ്ട്. ഓക്കെ ശങ്കർ ചേട്ടാ, ഏതാണ് നമ്മൾ എന്താണ് ഫസ്റ്റ് ആദ്യം റൂട്ടർ അടിക്കണം. റൂട്ടർ അടിക്കണം.
ഔട്ട്ലെടുത്തിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി സാൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റൂട്ടറി കയറ്റാം. മെഷീനല്ലേ ടൈറ്റ് ചെയ്യുന്നു. നമ്മൾ റൂട്ടർ പരിപാടി കഴിഞ്ഞിരിക്കുന്ന ബാറ്റ് ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ സാൻഡ് ചെയ്തെടുക്കണം. കമോ ശങ്കരേട്ട, ഒരു ദിവസം എത്ര ബാറ്റൊക്കെ വിട്ടു? ഹൈയസ്റ്റ് എത്ര ആട്ടാ നിങ്ങൾ ബാറ്റ് ഒരു ദിവസം? 50-60. ഗായ്സ്, ഇപ്പം ബാറ്റ് 838 ഗ്രാം ആയിരിക്കണം. സാധാരണ 870, 850 സാധാരണ കട്ട് ചെയ്യണം. പക്ഷേ ഇത് അത്യാവശ്യം നല്ല തടിയുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കുഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നല്ല ബാലൻസ് ആകട്ടെ ബാറ്റ്. ഇപ്പോൾ ശങ്കരേട്ടൻ പ്രോ തന്നെ. ഇനി അടുത്ത പ്രോസസ് എന്താ? നമുക്ക് ഇനി അടുത്ത് ഹാൻഡിൽ കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാം. ഇത് ആക്ച്വലി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഹാൻഡിൽ ത്രെഡ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ പ്ലേയേഴ്സിന് കംഫർട്ടബിൾ ആണെന്ന് നിർബന്ധമില്ല. അതെ, ഇത് ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ച് വെറും ഒരു തടിയും ഒരു പിടിയുമാണ്. കളിക്കുന്ന നമുക്കാണ് ഇത് ബാറ്റ്. അവരെന്തിനെന്നറിയാതെ ഉണ്ടാക്കി തള്ളുന്നത്. അപ്പോൾ അത് നമ്മുടെ രീതിക്ക് ആക്കി എടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ചേട്ടാ, ഇപ്പോഴേ ഒരുപാട് തടികൾ പറഞ്ഞല്ലോ കേട്ടോ. അപ്പർ ബ്ലേഡ്, ട്രിപ്പിൾ ബ്ലേഡ്, പിന്നെ അപ്പറും ഫ്ലാറ്റും എന്ന് പറയുന്നത് ഇതിന്റെ ഫേസിനെ സൂചിപ്പിക്കുന്ന സാധനമാണ്. അതായത് വളരെ ഫ്ലാറ്റ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണ്, ഫ്ലാറ്റ് ബ്ലേഡ്. അതേസമയത്ത് ഈ ബാറ്റ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓവൽ ഷേപ്പിലോട്ട് വരും. അതായത് അല്പം ഇങ്ങനെ ഒരു തടിപ്പുണ്ട്, സ്റ്റിച്ച് ബാറ്റ് പോലെ. അതാണ് അപ്പർ. അത് വളരെ ലൈറ്റ് ആയിട്ട് വരുമ്പോൾ സെമി അപ്പർ. അതിന്റെ ഒരു വേരിയേഷൻ അത്രേ ഉള്ളൂ. അത് ബ്ലേഡ് സൈസിലാണ് ട്രിപ്പിൾ ബ്ലേഡ്, ഡബിൾ ബ്ലേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കൂടുതൽ എടുക്കുന്നത് അപ്പർ ബ്ലേഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബ്ലേഡ് ആയിരിക്കും. കാരണം അത് എൻ്റെ കംഫർട്ട് അതാണ്. കാരണം പല ആൾക്കാർക്കും വേറെ ഫ്ലാറ്റൊക്കെ ആയിരിക്കും കുറേ ആൾക്കാർക്ക് ഇഷ്ടം. ഞാൻ കൂടുതൽ എടുക്കുന്നത് അപ്പർ ബ്ലേഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബ്ലേഡ്, ഏതിൽ രണ്ട് ലേയേഴ്സാണ്. കാരണം അത് അത്യാവശ്യം തടിയും കാണും. എൻ്റെ ഒരു ഇതിൽ എനിക്ക് മിഡിൽ അത്യാവശ്യം നല്ല തടി വേണം ഇവിടെ. കാരണം അതാകുമ്പം നമ്മൾ തട്ടുമ്പോഴത്തേക്കും കയ്യിൽ വൈബ്രേഷൻ ഇല്ലാതെ സാധനം പോവും. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. അടി മറ്റേ ചില ബാറ്റിൽ ചിലപ്പോൾ മിഡിൽ കൊള്ളുമ്പോഴത്തേക്ക് കൈ കിടന്ന് ഇങ്ങനെ ഒരു അടി ഉണ്ടാവുമല്ലോ. പക്ഷെ അത് ട്രിപ്പിൾ ബ്ലേഡിൽ അങ്ങനെ വരാറില്ല. അത് എൻ്റെ ഇതാണ്. ബാക്കി ആവണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ ഞാൻ വലിയ ഇതാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എൻ്റെ ഒരു കംഫോർട്ട് ഇതാണ്. ഇതെന്താണ് ഏട്ടാ? സീലർ. ബാറ്റിനൊരു ഷൈനിങ് വരും ഇപ്പോൾ. സ്മൂത്ത് ആവാനായിട്ടാണ്. സോറി ഗൈസ്, ഇത് കുറച്ചുകൂടി സ്മൂത്ത് ആവാനായിട്ടാണ്. ഫിനിഷിംഗ് അല്പം കൂടെ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീലർ ഇട്ട് സാൻഡ് പേപ്പർ കൊണ്ട് വരച്ച് വൃത്തിയാക്കും. എന്നിട്ടൊരു പോളിഷ്. പിന്നെ എല്ലാവരും, ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് കേട്ടോ. എനിക്ക് 830 ബാറ്റിന് സാധാരണ ഒരു 860, 50 അല്ലേ
പിന്നെ എല്ലാവരും 830 വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് വരില്ല. കാരണം ഇതിൽ അത്യാവശ്യം നല്ല തടിയുള്ളത് കൊണ്ടാണ് അത് അത്രയും നമുക്ക് കുഴിക്കാനായിട്ട് പറ്റും. ചിലപ്പം വേറെ നിങ്ങൾ എടുക്കുന്ന ബാറ്റിന് ചിലപ്പോൾ അത്രയും തടി കാണത്തില്ല. അപ്പോൾ കുഴിച്ചാൽ ചിലപ്പോൾ പുത്തപ്പുറത്ത് പോകും അല്ലേ ശങ്കർ ഭായ്? കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷം വന്നോണല്ലേ നമ്മളെന്നിട്ട് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്ത് ഈ ബാറ്റ് എന്തിനും ഇങ്ങനെ കുഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ടെന്നീസ് ബോൾ കളിക്കുമ്പോൾ നമുക്ക് അത്രയും 1.2556 ഗ്രാം വെച്ച് കളിക്കാൻ പറ്റൂല സോഫ്റ്റ് ടെന്നീസ് ബോളിന്. ഹാർഡ് ടെന്നീസിൽ ഒരു 100 വേണമല്ലോ ചേട്ടാ, 1100 അത്ര വേണം. അപ്പോൾ സോഫ്റ്റ് ടെന്നീസ് കളിക്കുമ്പോൾ നമുക്കിത് കുഴിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഴിക്കുന്നത്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു തരണേണ് ഗൈസ്. ഇത് കൗണ്ടി കളിക്കുന്ന ബാറ്റാണ് കേട്ടോ. കണ്ട സ്ലിം കണ്ട. ഇത് നിങ്ങൾ മറ്റേ ബാറ്റിനെ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതാണ്. എവിടെ മേക്കിംഗ് അങ്ങനെയാണ്. കട്ടി ഹിന്ദിക്കാരന്മാരാ. മറ്റേ ഒരു കളി ഇവിടെ ഒരു ബോൾ ഇങ്ങനെ 3 പിച്ച് അടിച്ച് വന്നിട്ട് ഇങ്ങനെ അടിച്ചു കളയണം. ഒരുപാട് പരിപാടീസ് ഉണ്ട്. ചിലയിടത്തോണ്ട് ഗ്രീസ് വരച്ചിരിക്കും. ഗ്രീസ് അറിയാം റണ്ണപ്പില്ലാത്ത കളികളുണ്ട്. ഈ ബാറ്റ് അയ്യോ എന്നൊക്കെ പറഞ്ഞ കളിക്കറിയാമോ? ഇന്ന് പുതിയ ബാറ്റ് നീ ഉദ്ഘാടനം ചെയ്തോ? ആ ബാറ്റ് ലിഫ്റ്റ് ഉണ്ടാ അല്ലേ? ഈ പുള്ളി ഞാൻ പറഞ്ഞുതരാം. ഈ പുള്ളിക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്റ് താഴെ സെറ്റ് ചെയ്യും. ചിലപ്പോ അകത്തോട്ട് എടുത്ത് അടിക്കുകയാണെങ്കിൽ പുള്ളിയുടെ ബാറ്റ് അതിനാണ്. എവിടെയെങ്കിലും പോയാൽ നമ്മളെ കൂടെ ഉള്ളവന്മാർക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ട സാധനം കണ്ട് അപ്പം വരും. അതാ പുള്ളി ഉണ്ടോ? പുള്ളി ഒരു പ്രാവ് സ്നേഹിക്കണം. അതുകൊണ്ട് ഇതെന്തിനാ ജസ്റ്റിനെ? പ്രാവിന്റെ ഡെക്കറേഷനാ? ക്രിസ്മസ് ആയണ്ടോ? ക്രിസ്മസ് കോഡ്. കഴിഞ്ഞ പ്രാവശ്യം നീ എടുത്തോണ്ട് പോയത് എന്റെ കാർ ഇരുന്നേ കുറെ നാള്. ഗൈസ് ഞാൻ ഇതിന്റെ ഹാൻഡിൽ ഇവിടെ ഒരു ശകലം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം അത്രയും നീളം കയ്യിലൊന്നും അടിക്കും. ആക്ച്വലി ഇതിന് ഒരു 11 ഇഞ്ച് നീളമുണ്ട് ഈ ഹാൻഡിലിന്. നമുക്ക് ടെന്നീസ് ബോളിൽ അതിന്റെ ആവശ്യമില്ല. ഒരു പ്രൊഫഷണൽ കളി അല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് കളിക്കുമ്പോൾ ഇത്ര ആവശ്യമുണ്ട്. നോർമലി കളിക്കാൻ ആവശ്യമില്ല. സോ അതുകൊണ്ട് മാത്രമല്ല ഇത്രയും ഡിസ്റ്റർബൻസും ആണ് കളിക്കാൻ. നമ്മൾ സോഫ്റ്റ് ബോളിൽ റിസ്റ്റ് പ്ലേ ആണ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കട്ട് ചെയ്ത് കളയും. ഇനി ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റ്. പിന്നെ സൗന്ദര്യപ്പണികൾ വേറെ ഉണ്ട്. ടോഗാർഡ്, പെയിന്റിങ്. അതെ. നമ്മളിതിന്റെ ഹാൻഡിലെ നൂലൊക്കെ അഴിച്ച് കളഞ്ഞിട്ടല്ലേ കൂട്ടിയെടുത്തത്. ഇനി ഇത് ഗ്രിപ്പ് ഇട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രിപ്പിനും ഹാൻഡിലിനും ഇടയ്ക്ക് ചെറിയൊരു സപ്പോർട്ട് വേണം. അതിന് നമ്മളൊരു ടാപ്പുണ്ട്. ഈ ടേപ്പാണ് ഉപയോഗിക്കുന്നത് നൂലിന് പകരം. നൂല് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ നൂലിനേക്കാളും തിക്നെസ് കുറഞ്ഞ് കിട്ടും ഈ ടേപ്പ്. വെയിറ്റും കുറവായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് പരിപാടിയിൽ നൂലിന് പകരം ഈ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. സമയം കിട്ടുന്നില്ല. ഓക്കെ. അടുത്ത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണ്. 2 സ്റ്റിക്കറുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഈ സ്റ്റിക്കർ ഇഷ്ടപ്പെട്ടു. ജംബോ എഡിഷൻ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണ്. ബാറ്റെല്ലാം സെറ്റാക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്മൾ സെറ്റാക്കി. ഈ ദോക്കാണ് ടർഫിൽ ശങ്കരനെ കൊണ്ട് 6 ബോൾ റീച്ച്. ബാറ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ വിലയിരുത്താൻ പോവുകയാണ്. ആര് റെഡി? ശങ്കർ ആര് റെഡി? അതാ എന്നോട് സ്റ്റിച്ച് ബോളിൽ വെല്ലുവിളിച്ചിരിക്കുക. 6 ബോൾ ഭയങ്കര സ്വിങ് എന്നൊക്കെയാണ് പറയണത്. അടിച്ചാൽ പോണ ബോളൊക്കെ എടുത്തോണ്ട് പറഞ്ഞേ. ശങ്കരന് പറ്റിയൊരു 6 ബോൾ ചലഞ്ച് പുതിയ ബാറ്റിൽ. കറക്റ്റ് കണക്റ്റിംഗ് ആയിരുന്നു.
ബാറ്റ് ടെസ്റ്റ് ചെയ്തു, കൊള്ളാം, നല്ല ബാറ്റ്, അടിയൊക്കെ നല്ല പോകുന്നുണ്ട്. സിഗ്നേച്ചറിൻ്റെ ബോൾട്ടാണ് കളിച്ചത്. ഇതാണ് നമ്മളെ KMCC ഇൻഡോറിന് വേണ്ടിയിട്ട് ഉള്ള ബോൾ, സിഗ്നേച്ചർ. ആ ബോൾട്ടാണ് അടിച്ചത്. കൊള്ളാം, നല്ല ബാറ്റിങ്, നല്ല ബോളും. ശങ്കരേട്ടനും നല്ല ബോളിംഗ് ആയിരുന്നു, ബാറ്റിംഗ് ചെയ്തു. വെൽ പ്ലേഡ് ഗൈസ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സോഫ്റ്റ് ബോൾ ബാറ്റ് ആയാലും ഹാർഡ് ബോൾ ബാറ്റ് ആയാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം പൂജപ്പുര സ്പോർട്സ് സിറ്റിയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ വരും. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്റ് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ ആയിരുന്നാലും വിദേശത്ത് എവിടെ ആയിരുന്നാലും ഇവരുടെ നമ്പർ വഴി കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബാറ്റ് അവിടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്, ലവ് യു ഓൾ.